ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് പൈത്തൺ ആൻഡ് ജാങ്കോ. എന്താണ് ഈ പൈത്തൺ, എന്താണ് ഈ ജാങ്കോ, അതിനിടയിൽ ഒരു ഡി കാണാൻ നിങ്ങൾക്ക് പറ്റുന്നത്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ വന്നിരിക്കുന്നത്. പൈത്തൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ പറയാറുണ്ട് പല ലാംഗ്വേജുകളുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ മലയാളമാണ് ഏറ്റവും നമുക്ക് എന്താ പറയുക വളരെ സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ ഹിന്ദി ഉണ്ടാവും, തമിഴ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും അത്ര നമുക്ക് എന്താ പറയുക അത്രയും നല്ല രീതിയിൽ മധുരമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർക്ക് അവരുടേതായ ലാംഗ്വേജുകൾ ഒരുപാടുണ്ടാവും. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു കോഡിങ് പോലെ തന്നെ ഉപയോഗിച്ച് ഒരു ഫ്രെയിം വർക്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജിന്റെ പേരാണ് പൈത്തൺ. പൈത്തൺ എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ എപ്പോഴും ജാങ്കോ ഉണ്ടാവും. എന്താണ് ഈ ജാങ്കോ? പൊതുവേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിർമ്മിക്കണമെങ്കിൽ, ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ തന്നെ ഒരു ഏരിയ, ഒരു ലാൻഡ് ഉണ്ടാവണം ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എഴുതണമെങ്കിൽ തന്നെ നമുക്കൊരു ബോർഡ് ഉണ്ടാവണം അല്ലേ? ബ്ലാക്ക് ബോർഡിലോ വൈറ്റ് ബോർഡിലോ അല്ലേ നമ്മൾ എഴുതുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫ്രെയിമാണ്. ഈ ഫ്രെയിമിനകത്ത് ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിന്റെ പേരാണ് നമുക്ക് ജാങ്കോ എന്ന് പറയാവുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഉപയോഗിച്ചിട്ട് നമ്മൾ പൈത്തൺ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് നമുക്കിന്ന് വിപണിയിൽ ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആയാലും, അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയാലും, അതല്ലെങ്കിൽ യൂട്യൂബ് ആയാലും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനുകളായിട്ടുണ്ട് ഗൂഗിൾ ആയാലും ഉൾപ്പെടെ ഇന്ന് വന്നിരിക്കുന്ന പൈത്തൺ എന്ന് പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജുകളാണ് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ള ഒരു ഫീൽഡ് തന്നെയാണ് പൈത്തൺ ഡെവലപ്പർക്കുള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഫീൽഡുകളിലൊക്കെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ IT സെക്ടറുകളിലുള്ള കമ്പനികളെല്ലാം തന്നെ ആവശ്യമുള്ളത് പൈത്തൺ ഈ പറഞ്ഞിരിക്കുന്ന ജാങ്കോ എന്നിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ഇനി ആർക്കൊക്കെ പഠിക്കാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ച് മുന്നേറാൻ സാധിക്കും. അവോധ നിങ്ങളുടെ മുൻപിൽ ഒരുക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകളുടെ ഒരു ടോപ്പിക് തന്നെയാണ്. അതിൽ ഒന്നിടം ഞാൻ പറയാം. നമുക്ക് ആവശ്യമുള്ളത് HTML നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ ജാങ്കോയുടെ തന്നെ നമുക്ക് പൈത്തണിന്റെ അല്ലെങ്കിൽ നമുക്ക് ഫ്രെയിം വർക്കുകൾ, അതായത് പൈത്തൺ ഫ്രെയിം വർക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് നമുക്ക് കൺസെപ്റ്റ്, എന്താണ് കൺസെപ്റ്റ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ജാങ്കോ എന്താണെന്നും അതിൻ്റെ പൈത്തണിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും അത്യാധുനിക രീതിയിലുള്ള പഠന രീതിയിൽ കൂടിയാണ് നിങ്ങളെ മികച്ച ഒരു കരിയറിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും വരുന്ന ക്ലാസ്സുകളിലൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. വളരെ വലിയ ഉയരങ്ങളിലേക്ക്, നിങ്ങളുടെ ഡ്രീം ജോബിലേക്കും ഡ്രീം കരിയറിലേക്കും അല്ലെങ്കിൽ ഡ്രീം ലൈഫിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് നേരുന്നു. താങ്ക് യു.